ലോഹങ്ങൾ ഏതു രൂപത്തിലാണ് ഭൂമിയിൽ കാണപ്പെടുന്നത്? സംയുക്തങ്ങൾ. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏത്? അലൂമിനിയം. മനുഷ്യരുടെ ശരീരത്തിലുള്ള ലോഹം? കാൽസ്യം. ഭൂമിയിൽ ഏറ്റവും അപൂർവമായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? അസ്റ്റാറ്റിൻ. മനുഷ്യൻ ആദ്യം ഉപയോഗിച്ച ലോഹം ഏതായിരുന്നു? ചെമ്പ്. ലിറ്റിൽ സിൽവർ അഥവാ വൈറ്റ് ഗോൾഡ് എന്ന് അറിയപ്പെട്ട ലോഹം? പ്ലാറ്റിനം. ക്വിക്ക് സിൽവർ അഥവാ എന്ന് അറിയപ്പെടുന്നത് ഏത് ലോഹമാണ്? മെർക്കുറി. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ഏതാണ്? ലിഥിയം. മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ലോഹം ഏതാണ്? ലിഥിയം. ഭാവിയുടെ ലോഹം എന്ന് അറിയപ്പെടുന്നത്? ടൈറ്റാനിയം. മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ച ലോഹത്തിന്റെ പേര് എന്താണ്? ടെക്നീഷ്യം. രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഇരുമ്പ്. വൈറ്റമിൻ ബിയിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത്? കൊബാൾട്ട്. ഇലകളിൽ അടങ്ങിയിരിക്കുന്ന ലോഹത്തിന്റെ പേര് എന്താണ്? മഗ്നീഷ്യം. രാസസൂര്യൻ എന്ന് അറിയപ്പെടുന്ന ലോഹം ഏതാണ്? മഗ്നീഷ്യം. ഇതായി രോഗം ഏത് ലോഹത്തിന്റെ ഉപയോഗം മൂലം ഉണ്ടാകുന്നു? കാഡ്മിയം. മീനമാത എന്ന രോഗം ഏത് ലോഹത്തിന്റെ ഉപയോഗം മൂലം ഉണ്ടാകുന്നു? മെർക്കുറി. സാധാരണ ഊഷ്മാവിൽ ദ്രാവകാവസ്ഥയിൽ ഉണ്ടാകുന്ന ലോഹം? മെർക്കുറി, ഫ്രാൻഷ്യം, സീസിയം, ഗാലിയം. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹത്തിന്റെ പേര് എന്താണ്? സോഡിയം, പൊട്ടാസ്യം. പഞ്ചലോഹ വിഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? ചെമ്പ്, ഈയം, വെള്ളി, സ്വർണം. ഏറ്റവും കടുപ്പമുള്ള ലോഹത്തിന്റെ പേര് എന്താണ്? ക്രോമിയം. ഏറ്റവും വില കൂടിയ ലോഹത്തിന്റെ പേര് എന്താണ്? റോഡിയം. ഏറ്റവും സാന്ദ്രതയേറിയ ലോഹത്തിന്റെ പേര് എന്താണ്? ഓസ്മിയം. ഏറ്റവും സാന്ദ്രതയേറിയ അലോഹത്തിന്റെ പേര് എന്താണ്? അയഡിൻ. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ലോഹത്തിന്റെ പേര് എന്താണ്? ലിഥിയം. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ മൂലകം? ഹൈഡ്രജൻ. ഏറ്റവും കൂടിയ ദ്രവണാങ്കമുള്ള ലോഹത്തിന്റെ പേര് എന്താണ്? ടങ്സ്റ്റൺ. ഏറ്റവും കുറഞ്ഞ ദ്രവണാങ്കത്തിന്റെ പേര് എന്താണ്? ഹീലിയം. ഏറ്റവും നല്ല ചാലകം ഏതെല്ലാമാണ്? വെള്ളി, ചെമ്പ്. തുരുമ്പിക്കാത്ത ലോഹത്തിന്റെ പേര് എന്താണ്? ഇറീഡിയം. ഏറ്റവും കാഠിന്യമേറിയ ലോഹത്തിന്റെ പേര് എന്താണ്? വജ്രം. പ്രപഞ്ചത്തിൽ ഏറ്റവും സാധാരണമായ മൂലകം? ഹൈഡ്രജൻ. ഭൂമിയുടെ ഏറ്റവും ഉപരിതലത്തിൽ കാണപ്പെടുന്ന ഖരമൂലകം ഏതാണ്? സിലിക്കോൺ. ഭൂമിയുടെ ഏറ്റവും ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്താണ്? ഓക്സിജൻ. ഭൂമിയുടെ ഏറ്റവും ഉപരിതലത്തിൽ കാണപ്പെടുന്ന ലോഹ മൂലകത്തിന്റെ പേര് എന്താണ്? അലൂമിനിയം. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും അധികം കാണപ്പെടുന്നത്? നൈട്രജൻ. ഏറ്റവും കൂടുതൽ വലിച്ചു നീട്ടാവുന്ന ലോഹത്തിന്റെ പേര് എന്താണ്? സ്വർണം. ധാതുക്കളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡുകളെ വിളിക്കുന്ന പേര് എന്താണ്? മിനറൽ ആസിഡ്. ഏതെല്ലാമാണ് മിനറൽ ആസിഡ്? സൾഫൂരിക്, നൈട്രിക്, ഹൈഡ്രോക്ലോറിക് എന്നിവയെല്ലാമാണ് മിനറൽ ആസിഡ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിന്റെ പേര് എന്താണ്? അസ്റ്റിക് ആസിഡ്. ഉറുമ്പിന്റെ ശരീരത്തിലുള്ള ആസിഡിന്റെ പേര് എന്താണ്? ഫോർമിക് ആസിഡ്. മുന്തിരി, പുളി എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിന്റെ പേര് എന്താണ്? ടാർട്ടാറിക് ആസിഡ്. പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിന്റെ പേര് എന്താണ്? ലാക്റ്റിക് ആസിഡ്. മനുഷ്യന്റെ ആമാശയത്തിലുള്ള ആസിഡിന്റെ പേര് എന്താണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. കാർ ബാറ്ററിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിന്റെ പേര് എന്താണ്? സൾഫ്യൂരിക് ആസിഡ്. ഓറഞ്ച്, നാരങ്ങ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്താണ്? സിട്രിക് ആസിഡ്.
ആസ്പിരിനിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിന്റെ പേരെന്താണ്? അസ്റ്റൈൽ സാലിസിലിക് ആസിഡ്. സോഡാ വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിന്റെ പേര് എന്താണ്? കാർബോണിക് ആസിഡ്. തേനിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിന്റെ പേര് എന്താണ്? ടാനിക് ആസിഡ്. ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിന്റെ പേര് എന്താണ്? മാലിക് ആസിഡ്. വാഴപ്പഴം, തക്കാളി, ചോക്ലേറ്റ് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ്. ക്വാണ്ടം സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പേര് ഏത്? മാക്സ് പ്ലാങ്ക്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആര്? കാവൻഡിഷ്. മനുഷ്യ രക്തത്തിന്റെ pH മൂല്യം എത്ര? 7.4. ഇൽമനൈറ്റ് ഏത് ലോഹത്തിന്റെ ധാതുവാണ്? ടൈറ്റാനിയം. ലോഹം അല്ലാത്തത് ഏത്? സിലിക്കൺ. ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള വാതകം? ഹൈഡ്രജൻ സൾഫൈഡ്. പെനിസിലിൻ കണ്ടുപിടിച്ചത് ആര്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. പ്ലാസ്റ്റിക് വ്യവസായത്തിൽ PVC എന്നാൽ? പോളിവിനൈൽ ക്ലോറൈഡ്. കേരളത്തിലെ കടൽ തീരങ്ങളിൽ കാണുന്ന കരിമണലിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങളിൽ അണുശക്തി പ്രാധാന്യമുള്ളത് ഏത്? തോറിയം. മണ്ണെണ്ണയിലെ ഘടകങ്ങൾ? കാർബൺ, ഹൈഡ്രജൻ. ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന ലവണം? സിൽവർ ബ്രോമൈഡ്. നവസാരം എന്നറിയപ്പെടുന്ന പദാർത്ഥം? അമോണിയം ക്ലോറൈഡ്. ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ചൈന. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം? ഓക്സിജൻ. മനുഷ്യന്റെ ആമാശയത്തിൽ നിർമ്മിക്കപ്പെടുന്ന ആസിഡ്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. വീഞ്ഞിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്? ടാർട്ടാറിക് ആസിഡ്. ഓസ്റ്റ് വാൾട്ട് പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്ന ആസിഡ്? നൈട്രിക് ആസിഡ്. ഉറുമ്പിന്റെയും തേനീച്ചയുടെയും ശരീരത്തിൽ സ്വാഭാവികമായുള്ള ആസിഡ്? ഫോർമിക് ആസിഡ്. ഏറ്റവും മധുരമുള്ള ആസിഡ്? സുക്രോണിക് ആസിഡ്. റബ്ബർ പാൽ ഘനീഭവിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ്? ഫോർമിക്. കോണ്ടാക്ട് പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്ന ആസിഡ്? സൾഫൂരിക് ആസിഡ്. സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നറിയപ്പെടുന്നത്? നൈട്രിക് ആസിഡ്. കൊഴുപ്പുകളിലും എണ്ണകളിലും അടങ്ങിയിരിക്കുന്ന ആസിഡ്? സ്റ്റൈറിക് ആസിഡ്. മഹാഗണി, ഓക്ക് എന്നീ വൃക്ഷങ്ങളുടെ തൊലികളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്? ടാനിക് ആസിഡ്. പുളിച്ച വെണ്ണ, ഉണങ്ങിയ പാൽക്കട്ടി എന്നിവയിൽ അടങ്ങിയ ആസിഡ്? ലാക്റ്റിക് ആസിഡ്. കോപ്പർ ബേസിക് കാർബണേറ്റ് എന്നത് എന്താണ്? ക്ലാവ്. അക്വോ ഫോർട്ടിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആസിഡ്? നൈട്രിക് ആസിഡ്. ഗ്ലാസ് കുപ്പികളിൽ സൂക്ഷിക്കാത്ത ആസിഡ്? ഹൈഡ്രോഫ്യൂറിക്. പ്രോട്ടീനിന്റെ അഥവാ മാംസ്യത്തിന്റെ അടിസ്ഥാനം? അമിനോ ആസിഡ്. ആസിഡുകൾ ആൽക്കഹോളുമായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നം? എസ്റ്റർ. ജീവകം സിയുടെ രാസനാമം? അസ്കോർബിക് ആസിഡ്. മൂരിയാറ്റിക് ആസിഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആസിഡ് ഏത്? ഹൈഡ്രോക്ലോറിക് ആസിഡ്. രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്നത്? അക്വാ റീജിയ. ചോക്ലേറ്റിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്? ഓക്സാലിക് ആസിഡ്. അക്വാ റീജിയയിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? നൈട്രിക് ഹൈഡ്രോക്ലോറിക് ആസിഡ്. തേനിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്? ടാനിക് ആസിഡ്. ആസിഡുകളുടെ pH മൂല്യം 0 മുതൽ 6.9 വരെ. തേങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്? കാപ്രിക്. ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്? സ്വർണം. pH സ്കെയിൽ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ? സോറൻസൺ. ഡ്യൂട്ടീരിയം ഓക്സൈഡ് എന്തിന്റെ രാസനാമമാണ്? ഘനജലം. അന്താരാഷ്ട്ര രസതന്ത്ര വർഷമായി ആചരിച്ചത്? 2011. മൂത്രത്തിൽ അടങ്ങിയ ആസിഡ്? യൂറിക്. ജീവകം B9 രാസനാമം? ഹോളിക് ആസിഡ്.
നിക്കോട്ടിക് ആസിഡ് എന്നറിയപ്പെടുന്ന ജീവകം B3. രസതന്ത്രത്തിനും സമാധാനത്തിനും നോബൽ ലഭിച്ച ശാസ്ത്രജ്ഞൻ ലിനസ് പോളിംഗ്. രസതന്ത്രത്തിനും ഭൗതിക ശാസ്ത്രത്തിനും നോബൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞൻ മേരി ക്യൂറി. ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ് എന്നിവ കണ്ടുപിടിച്ചത് ജാബിർ ഇബ്ൻ ഹയ്യാൻ. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡ്. സോഡാവെള്ളം കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്റ്റ്ലി. വാഴപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓക്സാലിക് ആസിഡ്. ഐലോഷനായി ഉപയോഗിക്കുന്ന ആസിഡ് ബോറിക് ആസിഡ്. രസതന്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഇന്ത്യൻ വംശജൻ വെങ്കട്ടരാമകൃഷ്ണൻ 2010. അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് 0.03%. DDT കണ്ടുപിടിച്ചത് ആര്? പോൾ ഹൈമർ മുള്ളൻ. ഡൈനാമിറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫൂരിക് ആസിഡ്. ഏത് ലോഹത്തിന്റെ അയിരാണ് സിന്നബാർ? മെർക്കുറി. സിമന്റ് കട്ടിയാകാൻ സമയം ക്രമീകരിക്കാൻ ഉപയോഗിക്കുന്ന വസ്തു ജിപ്സം. പ്ലാസ്റ്റിക്കുകളെ പറ്റി പഠിക്കുന്ന രസതന്ത്ര ശാഖ പോളിമർ കെമിസ്ട്രി. കാൽസ്യം കാർബണേറ്റ് ഏതിന്റെ രാസനാമമാണ്? മാർബിൾ. പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ രാസനാമം കാൽസ്യം സൾഫേറ്റ്. കേരളത്തിലെ കടലോരങ്ങളിലെ കരിമണലിൽ നിന്ന് ലഭിക്കുന്ന ധാതുക്കൾ ഇൽമനൈറ്റ്, മോണോസൈറ്റ്. പ്രപഞ്ച ഹൈഡ്രജൻ. എല്ലിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന രാസവസ്തു ഏത്? കാൽസ്യം ഫോസ്ഫേറ്റ്. അന്തരീക്ഷ വായുവിൽ ആർഗണിന്റെ അളവ് എത്ര? 0.9%. ആസ്പിരിന്റെ രാസനാമം അസ്റ്റൈൽ സാലിസിലിക് ആസിഡ്. എപ്സം സാൾട്ട് രാസപരമായി എന്താണ്? മഗ്നീഷ്യം സൾഫേറ്റ്. അമോണിയ ഒരു ശീതീകാരിയാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടുപിടിച്ചത് ആര്? ഹാരി ബയർലി. ബ്ലീച്ചിങ് പൗഡറിന്റെ രാസനാമം കാൽസ്യം ഹൈപ്പോക്ലോറൈഡ്. മഞ്ഞക്കേക്ക് എന്നറിയപ്പെടുന്ന രാസവസ്തു യുറേനിയം ഓക്സൈഡ്. ഇന്ദുപ്പ് രാസപരമായി എന്താണ്? പൊട്ടാസ്യം ക്ലോറൈഡ്. പ്ലാച്ചിമട സംഭവവുമായി ബന്ധപ്പെട്ട ലോഹം കാഡ്മിയം. ചിരിപ്പിക്ക വാതകം നൈട്രസ് ഓക്സൈഡ്. സിഗരറ്റ് ലൈറ്ററുകളിൽ ഏത് വാതകം നിറയ്ക്കുന്നു? ബ്യൂട്ടൈൻ. ഹൈഡ്രജൻ സ്വയം കത്തുന്ന മൂലകം ഹൈഡ്രജൻ. കളിമണ്ണിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ലോഹം അലൂമിനിയം. റോക്ക് കോട്ടൺ എന്നറിയപ്പെടുന്നത് ആസ്ബറ്റോസ്. സ്റ്റീൽ എന്ന ലോഹ സങ്കരത്തിൽ അടങ്ങിയത് ഇരുമ്പ്, കാർബൺ. ദ്രവരൂപത്തിലുള്ള ലോഹം മെർക്കുറി. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആര്? ചാഡ്വിക്. പാലിന്റെ pH മൂല്യം എത്ര? 6.5. അലക്കുകാരത്തിന്റെ രാസനാമം സോഡിയം കാർബണേറ്റ്. സീറോ ഗ്രൂപ്പിൽ പെടാത്തത് റേഡിയം. ഹാർഡ് കോൾ എന്നറിയപ്പെടുന്നത് ആന്ത്രാസൈറ്റ്. വൈറ്റ് കോൾ എന്നറിയപ്പെടുന്നത് യുറേനിയം. താജ്മഹലിന്റെ നിറം മങ്ങുന്നതിന് കാരണമാകുന്ന വാതകം സൾഫർ ഡയോക്സൈഡ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം അലൂമിനിയം. 2ാം സ്ഥാനം സിലിക്കണാണ്. അറ്റോമിക നമ്പർ 100 ആയ മൂലകം ഫെർമിയം. എല്ലാ ആസിഡുകളിലും അടങ്ങിയ മൂലകം ഹൈഡ്രജൻ. മഴവിൽ ലോഹം എന്നറിയപ്പെടുന്നത് ഏത്? ഇറീഡിയം. തുരുമ്പ് രാസപരമായി എന്താണ്? ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ്. സ്വർണം ലയിക്കുന്ന ആസിഡ് സെലനിക് ആസിഡ്. പൈനാപ്പിളിന്റെ ഗന്ധമുള്ള എസ്റ്റർ ഈഥൈൽ ബ്യൂട്ടറേറ്റ്. pH വാല്യൂ ഓഫ് ബിയർ 4.5. കാർബൺ ഡേറ്റിംഗ് കണ്ടുപിടിച്ചത് ആര്?
ഫ്രാങ്ക് ലിബി. ഭൂമിയുടെ പേരിൽ അറിയപ്പെടുന്ന മൂലകം ടെലൂറിയം. വിട്രിയോൾ ഓഫ് ദ ഓയിൽ എന്നറിയപ്പെടുന്നത് എന്താണ്? സൾഫൂരിക് ആസിഡ്. മൃതശരീരങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുവാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഫോൾമാൽഡിഹൈഡ്. ചിലി സാൾട്ട് പീറ്ററിന്റെ രാസനാമം സോഡിയം നൈട്രേറ്റ്. ആവർത്തന പട്ടിക കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? മെൻഡലി. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ആര്? മോസ്ലി. ആവർത്തന പട്ടികയിലെ ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം എത്ര? 18. ട്രാൻസിസ്റ്റർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹം സിലിക്കൺ. ഫലങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കുന്നതിനായി ഉപയോഗിക്കുന്ന രാസവസ്തു കാൽസ്യം കാർബൈഡ്. ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. അറ്റോമിക നമ്പർ സൂചിപ്പിക്കുന്നത് ഡാഷുകളുടെ എണ്ണത്തെയാണ്. പ്രോട്ടോൺ, ഇലക്ട്രോൺ. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള മൂലകങ്ങളാണ് ഐസോട്ടോപ്പ്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള മൂലകങ്ങളാണ് ഐസോബാർ. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് കൊബാൾട്ട് 60. ബലൂണിൽ നിറയ്ക്കുന്ന ഉത്കൃഷ്ടവാതകം ഹീലിയം. ഏറ്റവും ഭാരം കൂടിയ വാതകം റഡോൺ. ജ്വലനത്തെ സഹായിക്കുന്ന വാതകം ഓക്സിജൻ. വെളുത്ത സ്വർണം എന്ന് അറിയപ്പെടുന്നത് ഏത്? പ്ലാറ്റിനം. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലോഹം ഇരുമ്പ്. ഇരുമ്പിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം പച്ച ഇരുമ്പ്. ഇൻസുലിനിൽ അടങ്ങിയ ലോഹം സിങ്ക്. ദ്രവണാങ്കം ഏറ്റവും കൂടിയ ലോഹം ടങ്സ്റ്റൺ. കാർബണിന്റെ ഏറ്റവും കാഠിന്യമുള്ള ലോഹം വജ്രം. ഹരിതകത്തിൽ അടങ്ങിയ ലോഹം മഗ്നീഷ്യം. പെൻസിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഗ്രാഫൈറ്റ്. പ്രകൃതിയിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം വജ്രം. ബൾബിൽ നിറയ്ക്കുന്ന വാതകം ആർഗൺ. ഹേബർ പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്നത് എന്താണ്? അമോണിയ. മെർക്കുറി വിഷബാധ മൂലമുണ്ടാകുന്ന രോഗം മീനമാത. ഓസോണിന് എന്ത് നിറമാണുള്ളത്? നീല. സൂര്യന്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകം ഹീലിയം. ഖരാവസ്ഥയിൽ കാണപ്പെടുന്ന ഹാലജൻ ഏത്? അസ്റ്റാറ്റിക്. കുടിവെള്ള ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന മൂലകം ക്ലോറിൻ. ചുവപ്പ് വാതകം എന്ന് അറിയപ്പെടുന്നത് മീഥേൻ. വെജിറ്റബിൾ ഗോൾഡ് എന്ന് അറിയപ്പെടുന്നത് കുങ്കുമം. കണ്ണാടിയിൽ പൂശുന്ന മെർക്കുറി സംയുക്തമാണ് ടിൻ അൽമാൽഗം. പച്ച സ്വർണം എന്ന് അറിയപ്പെടുന്നത് വാനില. ധാന്യങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം സ്ട്രേറ്റ്. വുഡ് സ്പിരിറ്റ് എന്നറിയപ്പെടുന്നത് മെഥനോൾ. അഗ്നിശമനികളിൽ തീയണയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. ചേനയിൽ ചൊറിച്ചിലുണ്ടാകുന്ന രാസവസ്തു കാൽസ്യം ഓക്സലൈറ്റ്. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹം സോഡിയം പൊട്ടാസ്യം. വെൽഡിംഗ് പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന വാതകം അസ്റ്റാലിൻ. ചുണ്ണാമ്പ് വെള്ളത്തെ പാൽനിറമാക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. പ്രാചീന രസതന്ത്രം അറിയപ്പെടുന്നത് ഡാഷ് പേരിലാണ് ആൽക്കമി. വെളിച്ചെണ്ണ ലയിക്കുന്ന ദ്രാവകമാണ് ബെൻസീൻ. ഹൈഡ്രജന്റെയും കാർബൺ മോണോക്സൈഡിന്റെയും മിശ്രിതമാണ് വാട്ടർ ഗ്യാസ്. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷപദാർത്ഥമാണ് നിക്കോട്ടിൻ. നിക്രോമിൽ അടങ്ങിയിരിക്കുന്ന ലോഹഘടകങ്ങൾ നിക്കൽ, ക്രോമിയം, ഇരുമ്പ്. ശക്തിയേറിയ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ സങ്കരം അൽ നിക്കോ.
വിമാനങ്ങളുടെ പുറംഭാഗം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഡ്യൂറാലുമിൻ. ഫ്യൂസ് വയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ടിന്ന്, ലെഡ്. ലോഹങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും ആദ്യമായി വേർതിരിച്ചത് ആര്? ലാവോസിയർ. ഭൂമിയിൽ ജീവന് അടിസ്ഥാനമായ മൂലകം കാർബൺ. കാർബണിന്റെ അറ്റോമിക നമ്പർ 6. ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായി വരുന്ന ആറ്റങ്ങൾ ഐസോട്ടോൺ. അറ്റോമിക സംഖ്യ 99 ആയ മൂലകം ഐൻസ്റ്റീനിയം. ബൾബിൽ ഹൈഡ്രജൻ വാതകം നിറച്ചാൽ കിട്ടുന്ന നിറം നീല. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം അലൂമിനിയം. ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ വാതകം മീഥേൻ ഐസോസയനൈഡ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ലോഹം കാൽസ്യം. മണ്ണിന്റെ അമ്ലവീര്യം കുറയ്ക്കാനുള്ള പദാർത്ഥം കുമ്മായം. മുട്ടത്തോടിലെ പ്രധാന ഘടകം കാൽസ്യം കാർബണേറ്റ്. കുമിൾ നാശിനിയായി ഉപയോഗിക്കുന്ന ബോർഡോ മിശ്രിതത്തിലെ ഘടകങ്ങൾ കോപ്പർ സൾഫേറ്റ്, സ്ലേറ്റ് ലൈം. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ബേക്ക്ലൈറ്റ്. പ്ലാസ്റ്റിക് കത്തുമ്പോൾ പുറത്തുവരുന്ന വിഷവാതകം ഡയോക്സിൻ. മുങ്ങിക്കപ്പലുകളിൽ ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം ഹൈഡ്രജൻ പെറോക്സൈഡ്. ആദ്യത്തെ കൃത്രിമ നാര് റയോൺ. സൂപ്പർ ലിക്വിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന പദാർത്ഥം ഗ്ലാസ്. ആദ്യത്തെ കൃത്രിമ റബ്ബർ നിയോപ്രിൻ. ഏത് ലോഹം കൊണ്ടുള്ള പാത്രമാണ് പാചകത്തിന് ഏറ്റവും അനുയോജ്യം? ചെമ്പ്. വസ്ത്രങ്ങളുടെ വെളുപ്പ് നിറത്തിന് പകിട്ട് കൂട്ടാനുള്ള നീലം ആയി ഉപയോഗിക്കുന്ന പദാർത്ഥം ലാപ്പിസ് ലസൂലി. വെടിമരുന്ന് പ്രയോഗത്തിൽ പച്ച നിറം ലഭിക്കുന്നതിനായി ഉപയോഗിക്കുന്ന മൂലകം ബേരിയം. വായുവിൽ പുകയുകയും ഇരുട്ടത്ത് മിന്നുകയും ചെയ്യുന്ന മൂലകം മഞ്ഞ ഫോസ്ഫറസ്. ആറ്റം എന്ന പേര് നൽകിയത് ആര്? ഡാൾട്ടൺ. മരതകം രാസപരമായി എന്താണ്? ബെറീലിയം, അലൂമിനിയം, സിലിക്കേറ്റ്. ആവർത്തന പട്ടികയിൽ എത്ര ഗ്രൂപ്പുകളും എത്ര പട്ടികകളുമുണ്ട്? 18 ഗ്രൂപ്പുകളും 7 പട്ടികകളുമുണ്ട്. ആദ്യത്തെ കൃത്രിമ മൂലകം ടെക്നീഷ്യം. വൈറ്റമിൻ B12 അടങ്ങിയിരിക്കുന്ന ലോഹം കൊബാൾട്ട്. ചന്ദ്രനിലെ പാറകളിൽ കാണപ്പെടുന്ന ലോഹം ടൈറ്റാനിയം. ഓയിൽ ഓഫ് വിന്റർ ഗ്രീൻ എന്നറിയപ്പെടുന്നത് മീഥൈൽ സാലിസിലേറ്റ്. പാറകൾ തുറക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം മാംഗനീസ് സ്റ്റീൽ. ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് എന്ത്? ഖര കാർബൺ ഡയോക്സൈഡ്. ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ വാതകങ്ങൾക്ക് ആ പേര് നൽകിയത് ആര്? ലാവോസിയർ. ക്ലോറിൻ വാതകം കണ്ടുപിടിച്ചത് ആര്? കാൾ ഷീലേ. സസ്യ എണ്ണയിലൂടെ ഏത് വാതകം കടത്തിവിട്ടാണ് വനസ്പതി നെയ്യ് ഉണ്ടാക്കുന്നത്? ഹൈഡ്രജൻ. ഏതൊക്കെ വാതകങ്ങളുടെ മിശ്രിതമാണ് അമോണിയ? നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ. LPG കണ്ടുപിടിച്ചത് ആര്? ഡോക്ടർ വാൾട്ടർ സ്റ്റെല്ലിംഗ്. ക്യുക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറി. അലൂമിനിയം ആദ്യമായി വേർതിരിച്ച ശാസ്ത്രജ്ഞൻ ഹാൻസ് ഈസ്റ്റേർഡ്. ക്ഷാര സ്വഭാവമുള്ള ഏകവാതകം അമോണിയ. ടാൽക്കം പൗഡറിൽ അടങ്ങിയ പദാർത്ഥം ഹൈഡ്രേറ്റഡ് മഗ്നീഷ്യം സിലിക്കേറ്റ്. ഇരുമ്പിൽ സിങ്ക് പൂശുന്ന പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഗാൽവനൈസേഷൻ. കാപ്പിയിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് കഫീൻ. തേനിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് തെയീൻ. ഫലങ്ങളെ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാതക ഹോർമോൺ എത്തിലീൻ. ആർസനിക് സൾഫൈഡ് ഒരു ഡാഷ് ആണ് എലിവിഷം. പ്രപഞ്ചത്തിന്റെ ഇഷ്ടികകൾ എന്ന് അറിയപ്പെടുന്നത് തന്മാത്ര. ആണവ വികിരണങ്ങളെ വലിച്ചെടുക്കാൻ കഴിവുള്ള സസ്യങ്ങളാണ് സൂര്യകാന്തി, രാമതുളസി.